എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലെ 2020 ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 3 വൊക്കാബുലറി പോയി, 2 ഗ്രാമർ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാമറിൽ എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സും ക്വസ്റ്റ്യൻ ടാഗ്സും ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസും ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 2020 വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്. കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിച്ചെടുത്താൽ മതി. അത് ഓരോ വേർഡും ഇപ്പോൾ ക്യാൻ, മേ, മസ്റ്റ്, വിൽ ഒക്കെ ആണെങ്കിൽ അതിൽ ഓരോ വേർഡും എന്തിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് കറക്റ്റായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഹാൾ ടിക്കറ്റ്സ്. എക്സാം എഴുതാൻ വരുന്ന കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധ വ്യവസ്ഥ പറയുന്ന സ്ഥലത്ത് എന്തായിരിക്കണം? അതൊരു ഒബ്ലിഗേഷൻ ആണ്, ഇത് ഉണ്ടായിരിക്കണം. അപ്പൊ ക്യാൻ, വിൽ, മേ പൊസസ് എന്നൊന്നും പറയില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊസസ് ചെയ്യാം, നല്ലല്ലോ ഒരു എക്സാം ഹാൾ ടിക്കറ്റിൽ എഴുതുക. അതിനകത്ത് എന്താ? മസ്റ്റ് പൊസസ്. മസ്റ്റ് ആണ് ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഹാൾ ടിക്കറ്റ്സ്. മസ്റ്റ് ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒരു കമ്പൽഷനെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായിരിക്കണം. സോ മസ്റ്റ് ആണ് ഇവിടെ ഏറ്റവും നല്ലത്. ക്യാൻ എന്ന് പറയുന്നത് ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു പെർമിഷൻ. ക്യാൻ യു ഡു ദിസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതാണ്. മേ ഐ കം ഇൻ, ഞാൻ വന്നോട്ടെ, പെർമിഷൻ ചോദിക്കുന്നതാണ്. വിൽ ഒരു ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഇതൊന്നുമല്ല, മസ്റ്റ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക. യു ലുക്ക് വെരി ടയേർഡ്, യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്ററിൻ്റെ കൂടെ പഠിച്ചു വെക്കുക ടേക്ക് റെസ്റ്റേ വരുള്ളൂ, അതായത് ബേസ് ഫോം ഓഫ് ദ വേർബ്. യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. യു ലുക്ക് വെരി ടയർഡ്, നീ ഭയങ്കര ക്ഷീണിതനാണല്ലോ, നിനക്ക് റെസ്റ്റ് എടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സി ആണ് ആൻസർ വരുന്നത്. ഹാഡ് ബെറ്ററിൻ്റെ കൂടെ ബേസ് ഫോം ഓഫ് ദ വേർബേ വരുള്ളൂ. അത്രേ ഉള്ളൂ. യു ലുക്ക് വെരി ടയർഡ്, യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഐ വിഷ് ഐ ഡാഷ് ഹെൽപ്പ് യു. ഐ ക്യാൻ ഹെൽപ്പ് യു അല്ല. ഈ ക്യാൻ കറക്റ്റ് ആണ്, പക്ഷെ ഇതിൻ്റെ പാസ്റ്റ് വരണം, കുഡേ വരുള്ളൂ. വില്ലും ഹാഡും ഒന്നുമല്ല. ഐ വിൽ ഹെൽപ്പ് യു, ഐ ഹാഡ് ഹെൽപ്പ് യു, നോ, could help you. ഓക്കെ, ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റ് എബിലിറ്റി ആണ്. കുഡ് എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ നൗ, അൺറിയൽ സിറ്റുവേഷനിൽ നമ്മൾ പാസ്റ്റ് യൂസ് ചെയ്യണം. കുഡ്, നോട്ട് ക്യാൻ. ക്യാൻ യൂസ് ചെയ്യാൻ പാടില്ല. വില്ല് ഫ്യൂച്ചർ ആണ്. ഹാഡ് ഇൻകംപ്ലീറ്റ് ആണ്. ഹാഡ് ഹെൽപ്പ് ഫോർ പാസ്റ്റ് റിഗ്രറ്റ്. അപ്പോൾ അതാണ് ഈ പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ വേർഡും ഇപ്പോൾ ക്യാൻ, മസ്റ്റ്, വിൽ, കുഡ് ഇതൊക്കെ എന്താണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്, അതിന് കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ പ്ലേസ് ചെയ്ത് പറഞ്ഞ് പഠിച്ചു നോക്കുക. എന്നിട്ട് വരുന്ന സെൻറ്റൻസ് ഏതാണോ ആ കോണ്ടെക്സ്റ്റിൽ അത് കറക്റ്റ് ആവുമോ എന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഇതിന് ആൻസർ കണ്ടുപിടിക്കുക. ഇതിനകത്ത് നിങ്ങൾ വേർഡിൻ്റെ മീനിങ് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, കാരണം ഒരു കോണ്ടെക്സ്റ്റുവൽ പ്ലേസ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റൂൾ എന്താണ്? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇത്ര അറിഞ്ഞു വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റും. ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹീ സെഡ് നത്തിങ് ഡാഷ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ തന്നെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, കാരണം ഹീ സെഡ് നത്തിങ് എന്ന് പറയുമ്പോൾ ഹീ സെഡ് നത്തിങ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോൾ ഡിഡിൻറ്റ് ഹീ അല്ലേ വരിക എന്ന് വിചാരിച്ച് നമ്മൾ ബി പോയി ചെയ്യും? അല്ല. അതായത് ഹീ സെഡ് നത്തിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഡിഡ് ഹി, എ ആണ് ആൻസർ വരിക. ഓക്കെ, ഇതിനകത്ത് ഹാസ് ഹി, ഹാഡ് ഹി എല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഹീ സെഡ് നത്തിങ്, ഡിഡ് ഹി, ഡിഡിൻറ്റ് ഹി അല്ലെങ്കിൽ ഡിഡ് ഹി ഇതേ വരുള്ളൂ. അതിനകത്ത് ഡിഡ് ഹി ആണ് ആൻസർ, കാരണം ഹീ സെഡ് നത്തിങ് എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ല നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഡിഡ് ഹി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ ഡാഷ്. ഇറ്റ് വിൽ ആണ്. വില്ലിന്റെ എന്താ വരേണ്ടത്? വില്ലിറ്റും വിൽഡേ അല്ല, വോണ്ട് ആണ്. അപ്പൊ ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ. എന്ത് വിൽ ഹാം അവർ ചിൽഡ്രൻ? ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ ആണെങ്കിൽ വോണ്ട് ദേ ആണോ? അല്ല, വോണ്ട് ഇറ്റ് ആണ് വരേണ്ടത്. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ വോണ്ട് ഇറ്റ്. വില്ലാണ് ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യുന്നത്. വില്ലിനെ വോണ്ട് ആക്കി മാറ്റണം. ആൻഡ് പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇറ്റ് വിൽ ഹാം അവർ ചിൽഡ്രൻ വോണ്ട് ഇറ്റ്. ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. എത്ര ഭംഗിയായിട്ട് അവൾ ഡാൻസ് കളിക്കുന്നത്. ബാക്കി ഡസൻ ഷീ, കാരണം സബ്ജക്റ്റ് അല്ല സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഡോൺ ഷീ അല്ല, ഡസ് ആണ് ഇവിടെ കറക്റ്റ് ഫോം വരുന്നത്. ഡസ് ഷീ അല്ലെങ്കിൽ ഡസൻ ഷീ തമ്മിലായിരിക്കണം കൺഫ്യൂഷൻ. ഡസൻ ഷീ ആണ് ആൻസർ. ഓക്കെ, ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി, ഡസൻ ഷീ.
ഇതിനകത്ത് പ്രസന്റ് സിമ്പിൾ ടെൻസിൽ യൂസ് ഡസ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഡാൻസസ് ഗ്രേസ്ഫുള്ളി ഡസ് ഇൻ ഷീ ആണ് കറക്റ്റ് ഫോം വരുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രാമ, നമുക്കൊരു നാടകം കാണാൻ പോവാം. ലെറ്റ്സ് ഗോ, ലെറ്റ് വരുന്നിടത്ത് ഷാൽ വരണം. ഓക്കെ, ഒരു സജഷൻ അല്ലേ പറയുന്നത്, ഷാൽ വി ആണ് ആൻസർ വരിക. ലെറ്റ്സ് ഗോ ടു എ ഡ്രാമ ഷാൽ വി, സജഷൻ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഷാൽ വി ആയിരിക്കണം ആൻസർ. ലെറ്റ്സ് ഗോ ടു എ ഡ്രാമ ഷാൽ വി. അടുത്ത ക്വസ്റ്റ്യനോ, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നാടകം കാണാൻ പോകുന്നിടത്ത് ഷാൽ ആണെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നിടത്ത് വേറൊന്നും വരേണ്ട ആവശ്യമില്ല. അതും ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ആയതുകൊണ്ട് ലെറ്റ് വരുന്നിടത്ത് ഷാൽ വരണം. ഷാൽ വി തന്നെയാണ് അവിടെയും ആൻസർ വരുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഷാൽ വി. ഓക്കെ, ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ എന്താ, അതായത് ടു എന്ന വാക്കിനെ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് ഇൻഫിനിറ്റീവ് എന്ന രീതിയിൽ യൂസ് ചെയ്യാം, ഒന്ന് പ്രിപ്പോസിഷൻ എന്ന രീതിയിലും യൂസ് ചെയ്യാം. ഈ ഇൻഫിനിറ്റീവ് എന്ന രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ ടു പ്രിപ്പോസിഷൻ ആയിട്ടല്ല വരുന്നത്, അപ്പോൾ പ്രിപ്പോസിഷന്റെ ഫംഗ്ഷൻസ് അല്ല അവിടെ, ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരിക. ഓക്കെ, ടു സീ, ടു ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് ബേസ് ഫോം ഓഫ് ദ വെർബിൽ വരുന്നതാണ് ഇൻഫിനിറ്റീവ്. ഇനി ജെറൻഡ് വരുന്നത് എന്താണ്, ജെറൻഡ് എന്ന് പറയുമ്പോൾ വെർബ് പ്ലസ് അതിൻ്റെ ING ഫോം. ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നിടത്താണ് ജെറൻഡ് വരുന്നത്. ഇപ്പോൾ സ്വിം പ്ലസ് ING എന്ന് പറയുന്നത് എന്താണ്, സ്വിമ്മിങ്. സ്വിമ്മിങ് ഇസ് ഫൺ എന്ന് പറയുമ്പോൾ സ്വിമ്മിങ് അവിടെ വെർബായിട്ടാണോ ആക്ട് ചെയ്യുന്നത്, അല്ല, നൗൺ ആയിട്ടാണ്. അതുകൊണ്ടാണ് ജെറൻഡിൽ വെർബ് പ്ലസ് ING ഫോമിലാണ് അത് വരുന്നതെങ്കിൽ അതിനെ നൗൺ ആയിട്ട് എടുക്കുന്നതും അതിന് ജെറൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഇസ് സ്മോക്കിംഗ്. അവൻ്റെ മോശം ഹാബിറ്റ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്മോക്ക് ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ING, അതിനെ നമ്മളിവിടെ നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്മോക്കിംഗ് ആണ് അവൻ്റെ ആകെയുള്ള മോശം ഹാബിറ്റ് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് അവിടെ നൗൺ ആണ് വരുന്നത്, അതുകൊണ്ട് അതവിടെ ജെറൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, a gerund is a verb that ends in ING but functions as a noun. വെർബാണ്, പക്ഷെ INGയിൽ എൻഡ് ചെയ്യുന്നു ആൻഡ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നൗൺ ആയിരിക്കും. സ്മോക്കിംഗ് എന്തുകൊണ്ട് ഒരു ജെറൻഡ് ആവുന്നത്, അതൊരു നൗൺ ആയതുകൊണ്ട് വെർബല്ല. സബ്ജക്റ്റ് ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ്, വെർബ് ഈസ് കോംപ്ലിമെന്റ് സ്മോക്കിംഗ്. ഇവിടെ സ്മോക്കിംഗ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, I want to dash the prime minister today. Fill in the blanks with correct option. I want to meet. To plus base form of the verb ആണ് വരേണ്ടത്. ഇവിടെ to preposition ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്, എന്തായിട്ടാണ്, ഇൻഫിനിറ്റീവ് ആയിട്ടാണ്. അപ്പോൾ ടു കഴിഞ്ഞ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് വരേണ്ടത്, D ആണ് ആൻസർ. ഓക്കെ, an infinitive is the base form of a verb, to in front of it. I want to meet the prime minister today. Want to, we use the base form of the verb, meet want to കഴിഞ്ഞിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജെറൻഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. സ്വിമ്മിങ് ഈസ് എ ഫേവറേറ്റ് ഹോബി എന്ന് പറയുമ്പോൾ ജെറൻഡ് നമുക്കറിയാം വെർബ് പ്ലസ് ING ഫോം ആണ് എന്ന്. വെർബ് പ്ലസ് ING ഫോമിൽ ഇതിൽ ഏതാ വരുന്നത്, സ്വിമ്മിങ്. സോ ഇറ്റ്സ് വെരി ഈസി, ബി സ്വിമ്മിങ് ആണ് ING ഫോമിൽ വരുന്നത്. ഇനി ഡാഷ് ഇൻ ദ ആഫ്റ്റർനൂൺ ഇസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. സംതിങ് ഇൻ ദ ആഫ്റ്റർനൂൺ ഒട്ടും ഹെൽത്തി അല്ല എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് it has to be in a sleeps in the afternoon, slept in the afternoon. ഇവിടെ വരേണ്ടത് ഒരു ജെറൻഡ് ആണ്. ജെറൻഡ് എന്താണ്, verb plus ING form which has to act like a noun. ഓക്കെ, സംതിങ് ഇൻ ദ ആഫ്റ്റർനൂൺ, ആ സംതിങ്ങിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു നൗൺ ആയിട്ടാണ് വരേണ്ടത്. അങ്ങനെ നൗൺ ആയിട്ട് വരേണ്ടതാണെങ്കിൽ അത് വെർബ് പ്ലസ് ING ഫോമിലായിരിക്കണം. അതാണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലീപ്പിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ ഇസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ. ദ ബ്ലാങ്ക് സബ്ജക്ട് ഓഫ് ദ സെന്റൻസ് ആണ് അവിടെ. വി നീഡ് എ നൗൺ ഫോം ഓഫ് എ വെർബ്, അത് ജെറൻഡ് വെർബ് പ്ലസ് ING ആയിരിക്കണം. അതിനകത്ത് സ്ലീപ്സോ സ്ലെപ്റ്റോ പറ്റില്ല, സ്ലീപ്പിങ്ങേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. ഡു യു മൈൻഡ് ഡാഷ് മീ എ ഹാൻഡ്. അതിനകത്ത് ഗിവിൻ്റെ പ്രോപ്പർ ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടു ഗിവ് ആണോ, ഗിവിങ് ആണോ, ടു ഗേവ് ആണോ, ടു ഗിവൺ ആണോ, ടു ഗിവൺ. 2 plus V3 ഫോം ഓഫ് ദ വെർബും 2 plus V2 ഫോം ഓഫ് ദ വെർബും അവിടെ കറക്റ്റ് അല്ല നമുക്കറിയാം. ഇനി ടു ഗിവ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഫിനിറ്റീവും, ഗിവിങ് എന്ന് പറയുമ്പോൾ അവിടെ ജെറൻഡും ആയി. ഇവിടെ ഡു യു മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞാൽ വെർബ് പ്ലസ് ING ഫോം ആണ് വരേണ്ടത്. ഗിവിങ് മീ എ ഹാൻഡ് ആണ് കറക്റ്റ് വരിക. ഡു യു മൈൻഡ് ഗിവിങ് മീ എ ഹാൻഡ്. ആഫ്റ്റർ മൈൻഡ് വി യൂസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഡു യു മൈൻഡ്, മൈൻഡ് ഗിവിങ്, ഓക്കെ, മൈൻഡ് ടേക്കിംഗ്, ആ രീതിയിലേ വരുള്ളൂ.
അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തതാണ് യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്, പിന്നെ ക്വസ്റ്റ്യൻ ടാക്സ്, പിന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്. ഗ്രാമറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് ആണ്. 1-2 ക്വസ്റ്റ്യൻസ് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസിലൂടെ കണ്ണ് ഓടിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാക്സിലാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട റൂൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിക്കണം. പിന്നെ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാവുന്നേ. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. ഇനി പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സിലാണെങ്കിൽ ആ വേർഡ്സിന്റെ അപ്രോപ്രിയേറ്റ് പ്ലേസ്മെന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇൻഫിനിറ്റും ജെറൻഡും. അതും ഈ പറഞ്ഞതുപോലെ ചിലതിന് റൂളാണ്. ഇത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ് വരേണ്ടത്, ഇത് കഴിഞ്ഞാൽ ജെറൻഡ് ആണ് വരേണ്ടത് എന്നുള്ള റൂൾസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ചില എക്സെപ്ഷൻസ് വെച്ചിട്ടായിരിക്കും PSC ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. അതും പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കാവുന്നുള്ളൂ, PYQs പഠിച്ച് ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം പുതിയ ടോപ്പിക്സും അതിന്റെ PYQസും ആയിട്ട്. ബൈ.